ഈ കരോട്ട റോഡിൽ മാലിന്യം ലോറിയിൽ കൊണ്ടുവന്ന് ഒഴിച്ച് കക്കൂസ് മാലിന്യം ഒഴിച്ച് ഈ നാട്ടിൽ മുഴുവൻ പലതവണ ഇവിടെ ഒഴിക്കാറുള്ളതാണ്. ഇത്തവണ ഒഴിച്ച് ഈ വീടിന് ചുറ്റും വെളുപ്പിന് കഴിഞ്ഞ ദിവസം 5 മണിക്ക് ഒഴിച്ച് ഇതിലെ ഒഴുകി ഈ തോട് വഴി ഒഴുകി ഈ സാധനം എല്ലാം നശിച്ച് മണം കാരണം ഇവിടെ കുഞ്ഞു കുട്ടികളടക്കമുള്ള ഈ വീട്ടിലെ ആൾക്കാർക്ക് ജീവിക്കാൻ മേലാത്ത അവസ്ഥയാണ്. ഈ നാട്ടിൽ പല സ്ഥലത്തും മണ്ണക്കനാട് ഇതിൻ്റെ തൊട്ടടുത്ത സ്ഥലമായ മണ്ണക്കനാടും എല്ലാം ഈ മാലിന്യം സ്ഥിരമായി ഒഴിക്കുകയും കക്കൂസ് മാലിന്യം തോട്ടിലേക്കും സ്ഥിരമായി ഒഴിക്കുന്നു. നിരവധി തവണ പോലീസിലും മറ്റും പരാതിപ്പെട്ടിട്ട് യാതൊരു നടപടി ഉണ്ടായിട്ടില്ല. ഈ വണ്ടികൾ തിരിച്ചറിയാനും അതിനുള്ള സംവിധാനം ഏർപ്പെടുത്താനായിട്ടുള്ള ഒരു തീരുമാനം എല്ലാ ഭാഗത്തുനിന്നും സർക്കാരിൻ്റെയും പോലീസിൻ്റെയും പഞ്ചായത്തിൻ്റെയും ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകണമെന്ന് എല്ലാവരും അഭ്യർത്ഥിക്കുന്നു. നാട്ടുകാരും വീട്ടുകാരും ഇത് കുഞ്ഞുങ്ങൾക്ക് വെള്ളം പോലും കുടിക്കാൻ വരാത്ത അവസ്ഥയാണ്. 3-4 ദിവസമായിട്ട് ഛർദി, ഭക്ഷണം കഴിക്കാൻ എടുത്ത് വെച്ചാൽ ഛർദ്ദിക്കുന്ന പോലെ തോന്നുന്ന അവസ്ഥ. ഇന്നലെ വെളുപ്പിനെ 5 മണി ആയപ്പോഴത്തേനും ഈ വളവിൻ്റെ ഭാഗത്തൊരു വണ്ടി നിർത്തി അവിടെ നിന്ന് ടാങ്ക് തുറന്ന് വിട്ട് കുളകുളാന്ന് ഏതാണ്ട് ഒച്ച കേൾക്കുന്നതുകൊണ്ട് ഈ വീട്ടുകാർ ലൈറ്റ് ഇടുകയും പിന്നെ ഫോൺ വിളിക്കുകയും ചെയ്തപ്പോഴത്തേനും ഞങ്ങൾ ഓടി വന്നപ്പോഴത്തേനും ഇവിടുന്ന് ടാങ്കർ ലോറി ഒരെണ്ണം വിട്ട് കുറവങ്ങാട് ഭാഗത്തേക്ക് വിട്ടു പോവുകയും അന്നപ്പോഴത്തേനും മലവെള്ളം പോലെ ഒഴുകി വന്ന വെള്ളം ഈ വീടിൻ്റെ മുറ്റത്തൂടി എല്ലാം കൂടി പോയി ഇവിടെ വെള്ളം എടുക്കുന്ന കിണറിൻ്റെ പരിസരത്തൂടി എല്ലാം ഒഴുകി നാശകോശമായി തോട്ടിലോട്ട് പോവുകയത്. ഇത് പതിവായിട്ട് ഈ കക്കൂസ് മാലിന്യം ഇവിടെ കൊണ്ട് തട്ടുന്നത് വളരെ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്നു. അതുമല്ല ഭക്ഷണം പോലും കഴിക്കാൻ മേല. 10-90 വയസ്സുള്ള ഒരു കാരണവരായി വീട്ടിലുള്ള അവർക്ക് പോലും ജീവിക്കാൻ മേലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് എന്തെങ്കിലും ശക്തമായ ഒരു നടപടി ഈ മാലിന്യത്തിനെതിരായിട്ട് എല്ലാവർക്കും ഈ സകല സ്ഥലത്തും ഇത് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കൈതക്കകത്ത് മുതൽ തൊട്ടടുത്ത് കാണുന്ന ഈ കൈത കൃഷിക്കകത്ത് മുഴുവൻ ഈ മാലിന്യം ഒഴിച്ച് നാശകോശാക്കി വെക്കുകയാണ്. ഇത് എവിടുന്ന് കൊണ്ടുവരുന്നതാണ് എന്നാണ് കക്കൂസ് മാലിന്യം ആശുപത്രി വേസ്റ്റും ഒക്കെയാണ് ഈ കൊണ്ടുവന്ന് ഇതുപോലെ വീട്ടിലേക്കും മുറ്റത്തേക്ക് വിടുന്നത്. ഇതുപോലെ വഴിക്ക് താഴെ താമസിക്കുന്നവർക്ക് അതുകൊണ്ട് വളരെ ഒരു ദുർഘടാവസ്ഥ ഉണ്ടാകുന്നു. വണ്ടി അന്വേഷിച്ച് കുറവലങ്ങാട് വരെ ഞങ്ങൾ എത്തിയാലും വണ്ടി തോട്ടുവാ ഭാഗത്തേക്ക് എങ്ങാണ്ട് വിട്ടുപോകുന്നതാണ്. പിടിച്ചെടുക്കാനായിട്ട് പറ്റിയില്ല. പോലീസിലും കടുത്തിരുത്തിയിലൊക്കെ വിവരം അറിയിച്ചെങ്കിലും എന്നാലും അവർക്ക് വണ്ടി കിട്ടിയിട്ടില്ല. ഇതിനു മുമ്പ് പലതവണ ഇതിനെക്കുറിച്ച് പരാതിപ്പെട്ടിട്ടുണ്ട്. എല്ലാ പഞ്ചായത്ത്, പല ഹെൽത്ത്, എല്ലാ സംഘത്തിലും ഞങ്ങൾ പരാതിപ്പെട്ടിട്ടുണ്ട്, കാവലിരുന്നിട്ടുണ്ട്. പക്ഷേ കിട്ടുന്നില്ല. അതുകൊണ്ട് പുതിയ എന്തെങ്കിലും സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ക്യാമറ അടക്കമുള്ള സംവിധാനങ്ങൾ വെച്ച് ഈ റോഡിൽ നിന്ന് ഈ മാലിന്യം തള്ളുന്ന പരിപാടി നിർത്തണം എന്നാണ് പറയുന്നത്. അതുപോലെ ഇവിടെ എല്ലാവരും ഉപയോഗിക്കുന്ന ഈ തോടാണ്. നാട്ടുകാരെല്ലാം വെളുപ്പിനൊക്കെ കുളിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അതിലേക്ക് മണ്ണക്കനാട് വെച്ച് പലതവണ ഇവർ ഈ ടാങ്ക് തുറന്നു വിട്ട് മാലിന്യം വിടുന്നത് കണ്ടിട്ടുണ്ട്. ആൾക്കാർക്ക് ഇതിനെ പിടിക്കാൻ പറ്റിയിട്ടില്ല. ഇന്നലെ വേഗത്തിൽ വന്ന് വിട്ടുപോവുകയാണ് ഗുണ്ടാസംഘങ്ങൾ ഈ പരിപാടി ചെയ്യുന്നതിന്. ഇത് ജീവിക്കാനുള്ള അവകാശത്തെ മനുഷ്യൻ്റെ ചോദ്യം ചെയ്യുന്നത്. അതുകൊണ്ട് അതിനുള്ള ഒരു ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് എല്ലാവരോടും പറയുന്നു. ഞങ്ങൾക്ക് അതിന് വേണ്ട എല്ലാ സഹകരണം ഇനി കാവലിരിക്കാനൊക്കെ ആണെങ്കിലും ഞങ്ങൾ തയ്യാറാണ്. ഞാനിന്നലെ ഒരു 4 രൂപ ഏറ്റിട്ടൊന്ന് കിടന്നൊന്ന് മയങ്ങി വന്നതിനും കുറച്ചേരം വെച്ചിലും പെട്ടെന്ന് പുളകുളാവുന്നൊരു ഒച്ച കിട്ടും. ഏറ്റ് വന്ന് ലൈറ്റ് ഇട്ടു വണ്ടി സ്റ്റാർട്ടാക്കുന്ന ഒച്ച കിട്ടും. പറഞ്ഞാൽ ഞാൻ കഥവ് തുറന്ന് മിറ്റിറങ്ങി വന്നിട്ട് ഇവർ വണ്ടി വിട്ടങ്ങ് പോയി. പറഞ്ഞാൽ പഞ്ചായത്ത് പേപ്പറും അടുത്തുള്ള സുഹൃത്തുക്കളെല്ലാം ഞാൻ വിവരം അറിയിച്ചു. വെളുപ്പിന് ഒരു 5-10 എന്നപ്പോൾ കക്കൂസ് മാലിന്യം കൊണ്ട് ഒഴിച്ചു. അപ്പോൾ ഒഴിച്ചതിന് ശക്തി കൊണ്ട് കുറച്ച് മുന്നോട്ട് തള്ളിപ്പോയി. ബാക്കി ഞങ്ങൾ നടപ്പോഴേ തന്നെ ഒഴുകി മുറ്റത്തേക്ക് വന്നു. മുറ്റത്തിപ്പം തളം കെട്ടി ഇങ്ങനെ കിടക്കുവാണ്. ഒന്ന് കാണാൻ കറുത്ത് ചാണകം പോലെ കിടക്കുവാണ്. ഭയങ്കര സ്മെല്ല് കാരണം വീട്ടിലിരിക്കാൻ പറ്റും. അന്ന് പ്രായം ചെന്ന അച്ഛനും ഉണ്ട്, 2 കുഞ്ഞു പിള്ളേരുണ്ട്, പെണ്ണുങ്ങളുണ്ട്. ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി യാതൊരു ഭാഗമില്ല. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റിന് പരാതി കൊടുത്തിട്ടുണ്ട്, ഹെൽത്ത് സെൻ്ററിൽ പരാതി കൊടുത്തിട്ടുണ്ട്.